ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പാല് പൊരിച്ച് കഴിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പാലെങ്ങനെ പൊരിച്ച് കഴിക്കുകയെന്ന്. അപ്പോൾ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മൾ ഐസ്ക്രീമൊക്കെ പൊരിച്ച് കഴിക്കാറില്ലേ? അപ്പോൾ അതുപോലൊക്കെ തന്നെയാണ് പാലും നമുക്ക് പൊരിച്ച് കഴിക്കാനായിട്ട് പറ്റും. ഇതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുപോലെ കുറച്ച് പ്രിപ്പറേഷൻ ടൈം മാത്രമേ ഇതിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും ടൈം ഉള്ളത് ഈ ഒരു ഫ്രൈഡ് മിൽക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു പാനിലോട്ട് 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കുക. പാലിൽ വെള്ളമൊന്നും ചേർക്കാനായിട്ട് പാടില്ല, കട്ടിയുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സ് കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ തിക്കായിട്ടും വരും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു 3-4 മിനിറ്റിന് ശേഷം ഇതുപോലെ തിക്കായിട്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് നല്ല കട്ടിയായി വരും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി വേണ്ടതൊരു ഗ്ലാസ് ബൗളാണ്. ഗ്ലാസ് ബൗളോ അതുമല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരല്പം ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാത്രം ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യുന്നതിന് പകരം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതിയാവും. എന്തായാലും ഇത് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു പാലിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിൻ ഫിലിം വെച്ചിട്ടോ നിങ്ങളിതൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ടിത് ഒരു 1-1.5 മണിക്കൂറോളം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ഒരു പാത്രം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയൊക്കെ വെച്ച് കൊടുക്കുക. ഇരിക്കും തോറും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, നല്ല പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സ്ക്വയർ പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടും ഷേപ്പിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ഒരു കട്ടിയിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പാലിൻ്റെ അളവിനനുസരിച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടിയുള്ള വലിയ കഷ്ണങ്ങളാക്കി എടുക്കാതെ മീഡിയം സൈസിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു മിൽക്ക് പീസസ് ഡിപ്പ് ചെയ്യാനായിട്ട് കോൺഫ്ലോർ മിക്സ് റെഡിയാക്കണം. ഈ ഒരു കോൺഫ്ലോറിന് പകരമായിട്ട് നിങ്ങൾക്കൊരു കോഴിമുട്ട യൂസ് ചെയ്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഇതിൽ ലൂസാക്കി മിക്സ് ചെയ്തെടുക്കരുത്. കുറച്ച് തിക്കായിട്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ആ ഒരു പീസസിലോട്ട് ഇത് നന്നായിട്ട് കോട്ടായി കിട്ടുള്ളൂ. അപ്പോൾ കണ്ടല്ലോ, കുറച്ച് തിക്കായിട്ട് തന്നെ ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലിൻ്റെ പീസസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി വേണം. എന്നാൽ മാത്രമേ ഇത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇനി ഓരോ പാലിൻ്റെ പീസസ് എടുത്തിട്ട് ഇതുപോലെ കോൺഫ്ലോറിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സിന് പകരം നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കോഴിമുട്ടയുടെ മിക്സും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കോഴിമുട്ട അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കോൺഫ്ലോറിൻ്റെ സൊല്യൂഷൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഓരോ മിൽക്ക് പീസസും നമ്മൾ ഒരു കോൺഫ്ലോറിൻ്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ മിൽക്ക് പീസസും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ചൂടെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഉള്ളിലുള്ള ഒരു പാലും കോൺഫ്ലോറിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തതാണല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ വേണ്ടുള്ളൂ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ പ്രൊസീജിയർ കൂടി ഉണ്ട്. ഇതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്താൽ മാത്രം മതിയാവും, പൗഡറാക്കി എടുക്കരുത്. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ അളവിൽ പട്ട ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഫ്രൈഡ് മിൽക്കിൻ്റെ ഓരോ പീസസ് എടുത്തിട്ട് ഈ ഒരു മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു കോട്ടിങ് കൊടുക്കുമ്പോൾ ആ ഒരു പട്ടയുടെ ഫ്ലേവറായിട്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് പട്ടയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. കാരണം വെറൈറ്റീസ് കാണുമ്പോൾ നമ്മൾ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്തായാലും അറിയിക്കണേ. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.